നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഗസയിൽ വെടിനിർത്തലിന് കൂട്ടായ പ്രവർത്തനം ആഹ്വാനം ചെയ്ത് റിയാദിൽ നടന്ന അമേരിക്ക GCC ഉച്ചകോടി സമാപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും GCC രാഷ്ട്രത്തലവന്മാരും പങ്കെടുത്ത ഉച്ചകോടിയിൽ സിറിയ, ഇറാൻ, യമൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയായി. 3 ദിവസത്തെ ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം റിയാദിലെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിലാണ് ഇന്ന് കാലത്ത് US GCC ഉച്ചകോടി നടന്നത്. ഗസയിൽ വെടിനിർത്തലിന് ആവശ്യമായ കൂട്ടായ പ്രവർത്തനം ആഹ്വാനം ചെയ്തുകൊണ്ടാണ് 2 മണിക്കൂർ നീണ്ടുനിന്ന സമ്മേളനം സമാപിച്ചത്. സിറിയക്കുമേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കാനുള്ള തീരുമാനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉച്ചകോടിയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇറാനുമായി ഒരു കരാറിൽ ഏർപ്പെടുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ ഏതെങ്കിലും ഒരു കരാറിൻ്റെ ഭാഗമായി മേഖലയിലെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ഇറാനോട് ആവശ്യപ്പെട്ടു. ഉച്ചകോടിയോടനുബന്ധിച്ച് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറാറുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തി. ഗസയിലെ യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കുവാനും ഫലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ആവശ്യപ്പെട്ടു. ഇതിനായി തങ്ങൾ അമേരിക്കയുമായി യോജിച്ചു പ്രവർത്തിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിറിയക്കെതിരായി ഏർപ്പെടുത്തിയ ഉപരോധം നീക്കുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനത്തെയും ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിനെയും അദ്ദേഹം സ്വാഗതം ചെയ്തു. അതേസമയം ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുവാനും ബന്ധിമോചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സൗദിയും അമേരിക്കയും തമ്മിൽ ധാരണയായതായി ഉച്ചകോടിക്ക് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ അൽ ഫർഹാൻ രാജകുമാരൻ പ്രസ്താവിച്ചു. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കുന്നതിന് സൗദിയുടെ ഇടപെടലുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. GCC രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്ത ഉച്ചകോടിക്ക് ശേഷം ട്രംപ് ഖത്തറിലേക്ക് മടങ്ങി. നാളത്തെ UAE സന്ദർശനത്തോടൊപ്പം തന്നെ തുർക്കിയിലും ട്രംപ് സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ സന്ദർശനം പാടെ ഒഴിവാക്കിക്കൊണ്ടാണ് ട്രംപ് പശ്ചിമേഷ്യൻ പര്യടനം പൂർത്തിയാക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. സൗദിയിൽ നടന്ന ഗൾഫ് അമേരിക്കൻ ഉച്ചകോടിക്ക് ശേഷം ഇന്ന് ഖത്തറിലെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തറുമായി നിരവധി പ്രതിരോധ സഹകരണ കരാറുകളിൽ ഒപ്പുവെച്ചു. ഉച്ചയോടെ ദോഹയിലെത്തിയ ട്രംപിന് വിമാനത്താവളത്തിലും അമീരി ദിവാനിലും രാജകീയ വരവേൽപ്പാണ് ലഭിച്ചത്. ഗൾഫ് മേഖലയിലെ ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയോടെ ഖത്തറിലെത്തിയ ട്രംപിനെയും ഉന്നതതല സംഘത്തെയും അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. തുടർന്ന് അമീരി ദിവാനിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഖത്തറും അമേരിക്കയും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മറ്റൊരു തലത്തിലേക്ക് ഉയർന്നതായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പറഞ്ഞു. തുടർന്നാണ് വിവിധ പ്രതിരോധ വ്യാപാര കരാറുകളിൽ ഇരു നേതാക്കളും ഒപ്പുവെച്ചത്. ബോയിംഗ് കമ്പനിയിൽ നിന്നും ഖത്തർ എയർവേസിനായി 160 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറാണ് ഇതിൽ പ്രധാനം. $200 ബില്യൺ വരുന്ന തുകയുടെ കരാർ ബോയിങ്ങിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജെറ്റ് വിമാന കരാറാണെന്ന് ഒപ്പുവെക്കൽ ചടങ്ങിൽ ട്രംപ് അഭിപ്രായപ്പെട്ടു. അമേരിക്കയിൽ നിന്നും MQ-9B ആളില്ലാ വിമാനങ്ങൾ, FS-LIDS ആന്റി ഡ്രോൺ സംവിധാനം ഉൾപ്പെടെ വാങ്ങുന്നതിനുള്ള ധാരണാപത്രങ്ങളും കൈമാറി. റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ നയതന്ത്ര പുരോഗതി ഉണ്ടാകുമെന്ന് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച ട്രംപ് പക്ഷേ ഫലസ്തീൻ വിഷയത്തിൽ കൂടിക്കാഴ്ചയിൽ കാര്യമായ പ്രതികരണമൊന്നും നടത്തിയില്ല. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചനകൾ ട്രംപിന്റെ സന്ദർശനത്തോടെ സജീവമായിട്ടുണ്ട്. ഇസ്രായേൽ അമേരിക്കൻ പൗരത്വമുള്ള തടവുകാരൻ യദാൻ അലക്സാണ്ടറിനെ കഴിഞ്ഞ ദിവസം ഹമാസ് മോചിപ്പിച്ചത് ഗസയിൽ വീണ്ടും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. യദാൻ അലക്സാണ്ടറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ വെബ്സൈറ്റായ ആക്സിയോസ് നടത്തിയ വെളിപ്പെടുത്തലിലും ഇതിന്റെ സൂചനകളുണ്ട്. മോചനവുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ ഹമാസിനെ ബോധ്യപ്പെടുത്തുന്നതിൽ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി നിർണായക പങ്ക് വഹിച്ചതായി മുതിർന്ന US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ 22-ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി വാഷിംഗ്ടൺ സന്ദർശിക്കുകയും ഹമാസിന്റെ പിന്തുണയോടെയുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള സമഗ്രമായ കരാർ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിർദ്ദേശത്തോടുള്ള വൈറ്റ് ഹൌസിന്റെ പ്രതികരണം അദ്ദേഹം ഹമാസിനെ അറിയിക്കുകയും കരാർ യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയെടുക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചതായും വെബ്സൈറ്റ് വെളിപ്പെടുത്തി. നേരത്തെ റിയാദിൽ ചേർന്ന ഗൾഫ് അമേരിക്കൻ ഉച്ചകോടിയിൽ ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഖത്തറിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഗസയിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പലരും പങ്കുവെക്കുന്നത്. അൻവർ പാലേരി, 24,
ദോഹ. കാൻസ് ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരദാന ചടങ്ങിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രശസ്ത അമേരിക്കൻ നടൻ റോബർട്ട് ഡി നീറോ. പാം ദിയോർ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനിടെയാണ് വിമർശനം. കലയ്ക്കും വിദ്യാഭ്യാസത്തിനുമുള്ള ഫണ്ട് വെട്ടിക്കുറിച്ച ട്രംപിന്റെ നിലപാടിനെ കടുത്ത ഭാഷയിലാണ് റോബർട്ട് ഡി നീറോ വിമർശിച്ചത്. ഫാസിസ്റ്റുകൾക്കും സ്വേച്ഛാധിപതികൾക്കും കല എന്നും ഒരു ഭീഷണിയാണ്. America's Philistine president has had himself appointed head of one of our premier cultural institutions. He has cut funding and support to the arts, humanities, and education. And now he has announced a 100% tariff on films produced outside the U.S. Of course, this is unacceptable. All these attacks are unacceptable. And this isn't just an American problem, it's a global one. വിദേശ സിനിമകൾക്ക് 100% താരിഫ് ഏർപ്പെടുത്തുക വഴി ട്രംപ് ആഗോള സിനിമാ വ്യവസായത്തെ തകർക്കുകയാണ്. ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന നടപടിക്കെതിരെ നിശബ്ദരാകരുത്. സംഘടിക്കണം, പ്രതിഷേധിക്കണം. പ്രതിഷേധങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമെന്ന പ്രശസ്ത ഫ്രഞ്ച് മുദ്രാവാക്യം മുഴക്കിയാണ് റോബർട്ട് ഡി നീറോ പ്രസംഗം അവസാനിപ്പിച്ചത്. നീറോയുടെ വാക്കുകളെ കയ്യടിയോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. ട്രംപ് അരസികനായ പ്രസിഡന്റാണെന്നും ട്രംപിന്റേത് സങ്കുചിത മനോഭാവമാണെന്നും ഡി നീറോ പറയുന്നു. നടനും സംവിധായകനും അഭിനേതാവുമായ റോബർട്ട് ഡി നീറോയെ ലോകത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായാണ് വിശേഷിപ്പിക്കുന്നത്. ലിയനാർഡോ ഡികാപ്രിയോ ഉൾപ്പെടെയുള്ള വേദിയിലായിരുന്നു ട്രംപിന്റെ എക്കാലത്തെയും വിമർശകരിൽ ഒരാളായ റോബർട്ട് ഡി നീറോയുടെ പരാമർശം. റിസർച്ച് ഡെസ്ക് 24. 2025 ആദ്യ പാദത്തിൽ മികച്ച ലാഭവിഹിതവുമായി ലുലു. 16% വർധനയോടെ $69.7 മില്യൺ ലാഭമാണ് ലുലു നേടിയത്. മൊത്തം വരുമാനത്തിന്റെ 4.7% ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ലഭിച്ചത്. ലുലുവിന്റെ ഇ കൊമേഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ മികച്ച വളർച്ചയാണ് നേട്ടത്തിന് കരുത്തേകിയത്. 26% വളർച്ചയുമായി $93.4 മില്യൺ വിൽപ്പനയാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ നടന്നത്. മൊത്തം ആദ്യ സാമ്പത്തിക പാദത്തിൽ 16% വർധനവോടെ $69.7 മില്യൺ ലാഭമാണ് ലുലു നേടിയത്. മൊത്തം വരുമാനത്തിന്റെ 4.7% ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ്. നിക്ഷേപകർ ലുലുവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ ഫലമാണ് ഈ മികച്ച നേട്ടമെന്നും റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കി സ്ഥിരമായ വളർച്ച ഉറപ്പാക്കുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. അതോടൊപ്പം GCCയിലെ 20 സ്ഥലങ്ങളിൽ കൂടി പുതിയ സ്റ്റോറുകൾ തുറക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ആദ്യ സാമ്പത്തിക പാദത്തിൽ മാത്രം 5 പുതിയ സ്റ്റോറുകളാണ് ലുലു തുറന്നത്. UAEയിൽ മാത്രം 6% വളർച്ച ലുലു കരസ്ഥമാക്കിയിട്ടുണ്ട്. ഫ്രഷ് ഫുഡ് സെഗ്മെന്റിൽ 15%-ലേറെ വളർച്ചയാണ് കൈവരിച്ചതെന്നും അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ഒമാനിൽ 2 ഇടങ്ങളിൽ പുതിയ സ്കൂളുകൾ തുറക്കാനൊരുങ്ങി ഇന്ത്യൻ സ്കൂൾ ബോർഡ്. ബർക്കയിലും സിനാവിലുമാണ് പുതിയ ഇന്ത്യൻ സ്കൂളുകൾ സ്ഥാപിക്കുക. ഇതിനുള്ള സാധ്യതാ പഠനം ആരംഭിച്ചതായി ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ കാലത്തിനനുസരിച്ച് കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സ്കൂളുകൾക്ക് അധികൃതർ തുടക്കമിടാൻ ഒരുങ്ങുന്നത്. ബർക്കയിലും സിനാവിലുമാണ് പുതിയ സ്കൂളുകൾ സ്ഥാപിക്കുക. ഇതിനായുള്ള സാധ്യതാ പഠനം ആരംഭിച്ചതായി ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് അറിയിച്ചു. സ്കൂളുകളിൽ 5ാം ക്ലാസ് മുതൽ സാമ്പത്തിക സാക്ഷരതയും AI-യും ഉൾപ്പെടുത്തും. സ്പോർട്സ് കമ്മിറ്റിയുടെ കീഴിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കാൻ ബോർഡ് അനുമതി നൽകിയിട്ടുണ്ടെന്നും ബോർഡ് ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാൻ പറഞ്ഞു. The introduction of financial literacy from class 5th onwards, which we are rolling out from the next week itself. We are going to have artificial intelligence as part of the curriculum from class 5th onwards again. This will be starting from August, immediately after the summer vacation. The other things, there will be lots of infrastructure development and capacity building. We will be having innovation and incubation labs for the children to express themselves, to present themselves, to nurture knowledge, imbibe skills. So those are the things which we are trying to inculcate into our children. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ഉടനീളം അടിസ്ഥാന സൗകര്യ വികസനം നടത്താനും പദ്ധതിയിട്ടതായും അധികൃതർ അറിയിച്ചു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഓഡിറ്റും അധ്യാപകർക്കിടയിൽ ട്രെയിനിംഗ് നീഡ്സ് അസസ്മെന്റ് സർവേയും ആരംഭിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. 24 ഒമാൻ. UAEയിലെ പ്രമുഖ മാധ്യമമായ ഖലീജ് ടൈംസ് പുറത്തിറക്കിയ GCCയിലെ ഏറ്റവും സ്വാധീനമുള്ള മാർക്കറ്റിംഗ് വിദഗ്ധരുടെ പുതിയ പട്ടികയിൽ ഇടം നേടി മലയാളി. ലുലു ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഗ്ലോബൽ ഡയറക്ടറായ V നന്ദകുമാറാണ് നേട്ടം സ്വന്തമാക്കിയത്.
വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റിംഗ് വിദഗ്ധരായ 39 പേരുടെ പട്ടികയാണ് ഖലീജ് ടൈംസ് പുറത്തിറക്കിയത്. ദുബായ് ഹോൾഡിംഗ്സിന്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഹുദ ബഹുമൈദും എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ബുട്രോസുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചത്. പട്ടികയിൽ 4ാമതായാണ് ലുലു ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഗ്ലോബൽ ഡയറക്ടറായ വി നന്ദകുമാർ മികച്ച നേട്ടം സ്വന്തമാക്കിയത്. ദുബായിൽ നടന്ന മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് സമ്മിറ്റിൽ വെച്ചാണ് പട്ടിക പ്രകാശനം ചെയ്തത്. ബ്രാൻഡ് ഇമ്പാക്ട്, ബിസിനസ് ഗ്രോത്ത്, നവീനാശയങ്ങൾ, ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ, നേതൃത്വ മികവ് എന്നിവയ്ക്കൊപ്പം ഡിജിറ്റൽ മാറ്റങ്ങളും AI മുന്നേറ്റങ്ങളും ഉൾപ്പെടുത്തിയുള്ള മാർക്കറ്റിംഗ് നയങ്ങളും കൂടി പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കിയത്. മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് മേഖലയിൽ 3 പതിറ്റാണ്ടോളം അനുഭവ സമ്പത്തുള്ള വി നന്ദകുമാർ കഴിഞ്ഞ 25 വർഷമായി ലുലു ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് മാറ്റത്തിന് നേതൃത്വം നൽകി വരികയാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള മാർക്കറ്റിംഗ് പ്രൊഫഷണലായി നേരത്തെ ഫോബ്സ് മാഗസിനും തിരുവനന്തപുരം സ്വദേശിയായ നന്ദകുമാറിനെ തിരഞ്ഞെടുത്തിരുന്നു. 24 ദുബായ്. ഫൊക്കാന ന്യൂയോർക്ക് മെട്രോ റീജിയൻ ചാരിറ്റി ക്രിക്കറ്റ് ബാഷ് 2025 ന്യൂയോർക്കിലെ ക്യൂൻസിൽ നടക്കും. ടൂർണമെന്റിൽ ലഭിക്കുന്ന രജിസ്ട്രേഷൻ തുക നാട്ടിലും അമേരിക്കയിലുമുള്ള വിവിധ ചാരിറ്റി ഫൗണ്ടേഷനുകൾക്ക് നൽകുമെന്ന് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 21 ക്യൂൻസിലാണ് ടൂർണമെന്റ്. ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ ആന്റണി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ട്രൈ സ്റ്റേറ്റ് ഏരിയയിൽ നിന്നും 8 കരുത്തരായ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് സ്പോർട്സ് കോർഡിനേറ്റർ ജീൻസ് ജോസഫ് അറിയിച്ചു. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് ഫൊക്കാന റീജിയണൽ സെക്രട്ടറി ഡോൺ തോമസ് പറഞ്ഞു. ദേശീയ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ലാജി തോമസ്, തോമസ് പാലത്ര, നോഹ ജോർജ്, ജോജോ കൊട്ടാരക്കര എന്നിവർ സംസാരിച്ചു. 24 USA. UAE-യിലെ ക്രിക്കറ്റ് ആരാധകർക്കായി 24 ഒരുക്കുന്ന കേരള ക്രിക്കറ്റ് ചലഞ്ചിന്റെ ആവേശം മുറുകുന്നു. പങ്കെടുക്കുന്ന ടീമുകളുടെ ബ്രാൻഡ് അംബാസഡർമാരായി UAE-യിലെ പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും രംഗത്തെത്തും. ദുബായിൽ നടന്ന ചടങ്ങിൽ ടീമുകളുടെ അംബാസഡർമാരെ പ്രഖ്യാപിച്ചു. ക്രിക്കറ്റിനെ നെഞ്ചോട് ചേർക്കുന്നവർക്കായി 24 ന്യൂസ് ഒരുക്കുന്ന ക്രിക്കറ്റ് പൂരത്തിന്റെ ഒരുക്കങ്ങൾ ദുബായിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 14 ടീമുകൾ കളിക്കളത്തിൽ ഏറ്റുമുട്ടുമ്പോൾ ആവേശം അണപൊട്ടുമെന്നുറപ്പ്. ഡാന്യൂബ് സ്പോർട്സ് വേൾഡിൽ അടുത്ത മാസം 13, 14, 15 തീയതികളിലായാണ് മത്സരം നടക്കുക. പങ്കെടുക്കുന്ന ടീമുകൾക്ക് ആവേശമൊരുക്കാൻ ടീമുകളുടെ ബ്രാൻഡ് അംബാസഡർമാരായി UAE-ലെ പ്രശസ്തരായ ഇൻഫ്ലുവൻസർമാരും രംഗത്തെത്തും. ദുബായിൽ നടന്ന ചടങ്ങിൽ ടീമുകളുടെ അംബാസഡർമാരെ പ്രഖ്യാപിച്ചു. For Kerala Cricket Challenge, this is our first step. That is, for the first time we are involving 14 influencers, some of the top influencers from UAE, who will actually influence and would own a district and promote a district team and kind of create a sort of a hype for each district. I think it was a good beginning. വലിയ ആവേശത്തോടെയാണ് പരിപാടിയുടെ ഭാഗമാകുന്നതെന്ന് ഇൻഫ്ലുവൻസർമാർ പറഞ്ഞു. പുരുഷ ടീമുകളുടെ മത്സരങ്ങൾക്ക് പുറമെ വനിതാ ടീമുകളും മത്സരത്തിനെത്തുന്നു എന്ന പ്രത്യേകതയും 24 ന്യൂസ് കേരള ക്രിക്കറ്റ് ചലഞ്ചിനുണ്ട്. മത്സരത്തിന്റെ പ്രവേശനം സൗജന്യമായിരിക്കും. 24 ദുബായ്. 5ാമത് പ്രീമിയർ സ്റ്റുഡന്റ് ടെക് എക്സ്പോയ്ക്ക് വേദിയായി ദുബായ് സർവകലാശാല ക്യാമ്പസിൽ നടന്ന ഫെസ്റ്റിൽ UAE, സൗദി അറേബ്യ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്കൂൾ ലീഡർമാർ, രക്ഷിതാക്കൾ എന്നിവരുൾപ്പെടെ 800-ലധികം പേർ പങ്കെടുത്തു. KG മുതൽ 12ാം ക്ലാസ് വരെയുള്ള 330-ലധികം വിദ്യാർത്ഥികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, വെബ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, ആനിമേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രൊജക്ടുകൾ അവതരിപ്പിച്ചു. പൗരസ്ത്യ സഭകളെ ആഗോള കത്തോലിക്ക സഭയ്ക്ക് ആവശ്യമുണ്ടെന്ന് ലിയോ 14 മാർപ്പാപ്പ. പൗരസ്ത്യ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മുൻഗാമികളുടെ ശൈലി താൻ നിലനിർത്തുമെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. മനുഷ്യന്റെ സഹനങ്ങളുടെ രഹസ്യാത്മകതയും കാരുണ്യവും സംയോജിപ്പിക്കുന്ന പൗരസ്ത്യ സഭയുടെ ആത്മീയതയ്ക്ക് അത്ഭുതാവഹമായ ഔഷധമൂല്യമുണ്ടെന്നും മാർപ്പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ നടന്ന പൗരസ്ത്യ സഭകളുടെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പുമാർ മാർ റാഫേൽ തട്ടിൽ, സീറോ മലങ്കര സഭാ തലവൻ കർദിനാൾ മാർ ബസിലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ, CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.
ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. സമസ്ത ലീഗ് ഭിന്നതകൾ പരിഹരിക്കാനുള്ള ശ്രമത്തിനിടെ സമസ്തയ്ക്കുള്ളിൽ പുതിയ പരാതി. മുശാവറ യോഗത്തിന് മുന്നോടിയായി രഹസ്യയോഗം ചേർന്നെന്നാരോപിച്ച് ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. രഹസ്യയോഗം ചേർന്നവരെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ആവശ്യം. സമസ്ത മുഷാവറ യോഗത്തിന് മുന്നോടിയായി രഹസ്യയോഗം വിളിച്ചു ചേർത്തെന്നാണ് സംസ്ഥാന സെക്രട്ടറിയും മുഷാവറ അംഗവുമായ ഉമർ ഫൈസി മുക്കത്തിനെതിരെയുള്ള ആരോപണം. ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. സംസ്ഥയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, MP മുസ്തഫൽ ഫൈസി, അബ്ദുസമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി, മുഹമ്മദ് ഫൈസി ഓണമ്പള്ളി, സലീം എടക്കര തുടങ്ങിയവരാണ് നേതൃത്വത്തിന് കത്ത് നൽകിയത്. മുഷാവറയുടെ അജണ്ട തീരുമാനിക്കാനായിരുന്നു യോഗമെന്നും സംസ്ഥയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ഇത്തരം നീക്കങ്ങളെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നു. കത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ ഒരു ആദരണീയമായ ബോഡിയാണ്. ആ ബോഡി അതിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കുമ്പോൾ അതെല്ലാവരും അംഗീകരിക്കും. അതേസമയം അതിന് മുമ്പ് ഒരു രഹസ്യ യോഗം ചേർന്നു. അങ്ങനെ യോഗത്തിൽ പ്രത്യേകമായ ഒരു അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അത് തെറ്റായ പ്രവണതയാണ് എന്ന് എല്ലാവരും പറയും. അത്രേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ചിലർ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ സമസ്തയെ കൊണ്ടുപോകുന്നുണ്ടെന്നും പൂർവ്വകാല നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. സമസ്ത ലീഗ് തർക്കം പരിഹരിക്കാൻ ശ്രമങ്ങൾ സജീവമാകുന്നതിനിടെയാണ് പുതിയ പരാതി. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പദയാത്രയ്ക്കിടെ സംഘർഷം. CPIM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ഒരാഴ്ച മുമ്പാണ് ആക്രമണമുണ്ടായത്. അടുവാപ്പുറത്ത് സ്ഥാപിച്ച കോൺഗ്രസിന്റെ സ്തൂപവും അന്ന് തകർത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലെ പദയാത്ര. അടുവാപ്പുറത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര മലപ്പട്ടത്തെത്തിയതോടെ യൂത്ത് കോൺഗ്രസ് CPM പ്രവർത്തകർ ഏറ്റുമുട്ടി. തുടർന്ന് പോലീസ് ഇടപെട്ട് സംഘർഷത്തിന് അയവ് വരുത്തി. എന്നാൽ കെ സുധാകരൻ പങ്കെടുത്ത സമാപന പൊതുയോഗത്തിന് ശേഷം വീണ്ടും പ്രദേശത്ത് സംഘർഷമുണ്ടായി. CPIM ബോധപൂർവം സംഘർഷമുണ്ടാക്കിയെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ കെ സുധാകരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ നേരം കല്ലെറിയുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രതിഷേധം പോലീസിനെതിരെ കൂടി വ്യാപിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. ആ തരത്തിലേക്ക് പോലീസ് കൊണ്ടുപോകാതിരിക്കുന്നതാണ് അവർക്ക് തന്നെ. എന്നാൽ പദയാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് CPIM ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള സമാധാന സന്ദേശയാത്ര മലപ്പട്ടത്ത് എത്തിച്ചേർന്നപ്പോൾ ആ സന്ദേശയാത്രയിൽ പങ്കെടുത്തിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് CPIMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കുഞ്ഞിക്കണ്ണ സ്മാരക മന്ദിരത്തിന് നേരെ കല്ലേറ് നടത്തിയിട്ടുള്ളത്. തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. 24 കണ്ണൂർ. കണ്ണൂർ മലപ്പട്ടത്ത് കോൺഗ്രസ് സ്തൂപം വീണ്ടും തകർത്തു. അടുവാപ്പുറത്ത് പുതുതായി സ്ഥാപിച്ച സ്തൂപമാണ് തകർത്തത്. ആക്രമണത്തിന് പിന്നിൽ CPIM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന സ്തൂപം CPIM പ്രവർത്തകർ തകർത്തതിനെതിരെയായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. സിന്ദൂർ ദൌത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. പാകിസ്ഥാന്റെ നൂർഖാൻ, റഹീം യാർ ഖാൻ വ്യോമത്താവളങ്ങൾ തകർത്തത് കൃത്യതയുടെ തെളിവ്. തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം മികച്ച രീതിയിൽ ശത്രു ഡ്രോണുകളെ പ്രതിരോധിച്ചു. ISROയുടെ 10 ഉപഗ്രഹങ്ങൾ ദൌത്യത്തിൽ നിർണായക പങ്ക് വഹിച്ചെന്നും കേന്ദ്ര സർക്കാർ. നിയന്ത്രണ രേഖയോ അതിർത്തിയോ കടക്കാതെയാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. 23 മിനിറ്റ് കൊണ്ട് ആക്രമണം പൂർത്തിയാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. 10 ഉപഗ്രഹങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യം ആസൂത്രണം ചെയ്യാൻ ഉപയോഗിച്ചത്. 21-ാം നൂറ്റാണ്ടിലെ ഹൈടെക് സൈനിക ശക്തി എന്ന റോൾ ഉറപ്പാക്കാനും പ്രാപ്തമാക്കി.
പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ലോവർ എയർ ഡിഫൻസ് തോക്കുകൾ എന്നിവ ഉപയോഗിച്ചു. ഇന്ത്യയുടെ തീരമേഖലയും ഉത്തരമേഖലയും ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച നിരീക്ഷണം തുടരുന്നുവെന്നും വാർത്താക്കുറിപ്പിൽ കേന്ദ്രം വ്യക്തമാക്കി. വ്യക്തമായ സൈനിക കാഴ്ചപ്പാടിലൂടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളെ അടക്കം ബൈപ്പാസ് ചെയ്യാൻ ഇന്ത്യക്കായി. സഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ കൃത്യമായ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും കേന്ദ്രം വിശദീകരിക്കുന്നു. 24 ഡൽഹി. തിരികെ വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വ്യോമ പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ നടപടികളുമായി ഇന്ത്യ. ഭാർഗവാസ്ത്ര എന്ന പേരിൽ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചു. റഷ്യയിൽ നിന്ന് കൂടുതൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ. അതിർത്തി കടന്നെത്തുന്ന ഡ്രോണുകളെ തകർക്കാൻ പുതിയ പ്രതിരോധ സംവിധാനം. സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡാണ് ഭാർഗവാസ്ത്ര എന്ന പേര് നൽകിയിട്ടുള്ള സംവിധാനം വികസിപ്പിച്ചത്. ഒഡീഷയിലെ ഗോപാൽപൂരിൽ രണ്ടാമതും ബ്രഹ്മാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു. ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന ആയുധത്തിന് 2.5 കിലോമീറ്റർ പരിധിയിലുള്ള ശത്രു ഡ്രോണുകളെ തകർക്കാനുള്ള ശേഷിയുണ്ട്. കൂടുതൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങാനും ഇന്ത്യ ഒരുങ്ങുകയാണ്. പാകിസ്ഥാന്റെ വ്യോമ ആക്രമണങ്ങളെ ചെറുത്തതിൽ നിർണായക പങ്കുവഹിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് S-400. വ്യോമ പ്രതിരോധ ശേഷി അതിർത്തിയിലെ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കം. പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളം പ്രധാനമന്ത്രി സന്ദർശിച്ചതിനു പിന്നാലെ ഗുജറാത്തിലെ ഭുജ് വ്യോമതാവളം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വെള്ളിയാഴ്ച സന്ദർശിക്കും. ഇന്ത്യ പാക് അതിർത്തി മേഖലയിലും പ്രതിരോധ മന്ത്രി നേരിട്ടെത്തും. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2 ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഏർപ്പെടുത്തുകയും വസതിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തെക്കുറിച്ച് സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാനും 3 സേനാ വിഭാഗം മേധാവിമാരും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് വിശദീകരിച്ചു. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷം ഇതാദ്യമായി ഇന്ന് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേർന്നിരുന്നു. 24 ഡൽഹി. പത്രപ്രവർത്തക പെൻഷൻ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. പെൻഷൻ വ്യവസ്ഥകളിൽ സമൂല മാറ്റം നിർദ്ദേശിച്ച് പുറത്തുവന്ന വിവരങ്ങൾ പ്രതിഷേധാർഹമാണ്. ചട്ടഭേദഗതി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഉപസമിതിയെപ്പോലും നോക്കുകുത്തിയാക്കിയാണ് ചില ഉദ്യോഗസ്ഥർ പദ്ധതി പൊളിച്ചെഴുതാൻ നീക്കം നടത്തുന്നത്. പൂർണ്ണ പെൻഷന് 35 വർഷം സർവീസ് വേണമെന്ന നിർദ്ദേശം ഭൂരിഭാഗം പേരെയും പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. പുറത്തുവന്ന നിർദ്ദേശങ്ങൾ തള്ളി അർഹരായ മുഴുവൻ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്ന വിധത്തിൽ പദ്ധതി കാര്യക്ഷമവും ഉപകാരപ്രദവുമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ നിവേദനത്തിൽ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KP റജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെട്ടു. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.